ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു തേങ്ങാപ്പാൽ രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഒരു 8 വെളുത്തുള്ളി അല്ലി, 1 ടീസ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം അതൊരു ടീസ്പൂണ്, പിന്നെ കുരുമുളക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ എടുക്കണം. വലിയ സ്പൂണിൽ 1.5 സ്പൂണ്. നമുക്കിതിൽ കുരുമുളകിൻ്റെ രുചിയാണ് ഇച്ചിരി മുന്നോട്ട് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഈ സാധാരണ രസം ഉണ്ടാക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രസമാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ രസം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം, ചെറിയൊരു ബോള് നമ്മുടെ വാളംപുളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. ഇതെന്നിട്ട് നമ്മൾ കൈയും കൊണ്ട് നമ്മൾ ഈ തക്കാളി ഇതിലുള്ളതുണ്ടല്ലോ നല്ലോണം ഞെവിടി ഉടച്ച് എടുക്കണം. അപ്പം നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഞെവിടി എടുക്കാൻ എളുപ്പമാണ്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടി രസത്തിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ അതായത് നല്ലോണം ഇപ്പം നമ്മളൊന്ന് ഞെവിടി എടുക്കും. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് 1-ാം പാൽ അങ്ങനെ കട്ടിപ്പാലൊന്നും വേണ്ട, വെള്ളം ചേർത്തിട്ട് നമ്മൾ തേങ്ങ അരച്ച് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഞെവിടി പിഴിഞ്ഞ് എടുത്ത് കഴിഞ്ഞിട്ട്, അതായത് ഞെവിടി എടുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ഈ തേങ്ങാപ്പാലൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ആ തേങ്ങാപ്പാലിരുന്ന പാത്രം അതിൽ ഒരിച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം നമുക്കിതിൽ മസാല എന്ന് പറയാൻ വേറെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ യാതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ മസാല. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചാൽ കൂട്ടാം. ആ പൊടിച്ച് വെച്ച കൂട്ടാണ് ശരിക്കും നമുക്ക് ഈ രസത്തിൻ്റെ ടേസ്റ്റ് തരുന്നത്, പിന്നെ തേങ്ങാപ്പാലിൻ്റെ രുചിയും. അപ്പോൾ ഇതാ ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളക്, ഒരു 2 വറ്റൽമുളകും ഇട്ട് ആവശ്യത്തിന് കടുകും ഇട്ട് അതൊന്ന് പൊട്ടട്ടെ. ഇനിയും കുറച്ചൊരു 4-5 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ഉണ്ടല്ലോ, അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് വെക്കണം. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പം ഈ ചുമന്നുള്ളി അതിലേക്കിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് ഈ ചുമന്നുള്ളി നല്ലോണം ഒന്ന് മൂക്കണേ. നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ വേണം നമ്മൾ ഈ പൊടികളെല്ലാം അതിനകത്ത്, നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പൊടിയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് മൂപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ. സാധാരണ പച്ചമുളകാണെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾ ആവശ്യത്തിനുള്ള മുളക് ഇട്ടോണേ, അവരവരുടെ കയ്യിലിരിക്കുന്ന മുളകിൻ്റെ എരിവനുസരിച്ചിട്ട്. ഇതിനിപ്പോൾ ഞാൻ ആദ്യം പൊടിച്ച് വെച്ച ആ കൂട്ടുണ്ടല്ലോ അതിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ 1/2 ലിറ്റർ ഞാനിപ്പം തേങ്ങാപ്പാൽ എടുത്തിട്ട് ഈ ചെയ്യുന്ന രസം 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് രസം കഴിക്കുന്നത്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് 4 പേർക്ക് നല്ല വിശാലമായിട്ട് കഴിക്കാനുണ്ടെന്ന്. അപ്പം ആ കൂട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഞെവിടി വെച്ചിട്ടുള്ള അതുണ്ടല്ലോ തേങ്ങാപ്പാലിൽ ഞെവിടിയ തക്കാളി എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി വെക്കണേ. ഒരു 5 മിനിറ്റ് മതി. ചെറിയ തീയിൽ വെക്കണം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കരുത് കേട്ടോ. ഇനി മല്ലിയില ഞാനിപ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അവസാനം മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങില്ലോ. അപ്പം നമ്മൾ ഈ സമയം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ കൂട്ടത്തിൽ തന്നെ കിടന്ന് തിളച്ച് മല്ലിയിലയുടെ ടേസ്റ്റും ഒക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റായിട്ട് വരുവേ. അപ്പോൾ ഇതെല്ലാം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത് നമ്മൾ വൈറ്റ് റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സാധാരണ നമ്മുടെ മട്ടയരിയുടെ കൂടെയും നല്ല രുചി തന്നെയാണ്. വെറുതെ കുടിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒന്നും എടുത്ത് കളയൊന്നും വേണ്ട കേട്ടോ. പുളിയൊക്കെ പിഴിഞ്ഞിരിക്കുന്ന ഒന്നും എടുത്ത് കളയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടങ്ങ് തിളപ്പിച്ചാൽ മതിയേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ആ പുളി ഒന്ന് ബാലൻസ് ആവാൻ. ഒരു നുള്ള് ഇട്ട് കൊടുക്കാവും, ഒത്തിരി ഇട്ട് കൊടുത്താൽ രസത്തിന് മധുരമായി പോവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രസത്തിൻ്റെ പരിപാടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും വേറൊരു വീഡിയോ കാണാം. ബൈ.